RSS ശാഖയിൽ ലൈംഗിക പീഡനത്തിനിരയായെന്ന് വെളിപ്പെടുത്തിയ യുവാവിന്റെ ആത്മഹത്യയിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും. കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് പുരോഗമിക്കുന്നു. വിവരങ്ങളുമായി ജോസി ബാബു ചേർന്നു. ജോസി, പ്രതിഷേധം കടുപ്പിക്കുകയാണ്. യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന സാഹചര്യമുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ആരോപിക്കുന്നുണ്ട്. ഇതുവരെ അറസ്റ്റിലേക്ക് കടന്നിട്ടില്ല. നിതീഷ് എവിടെയാണ് എന്നതിലും വ്യക്തതയില്ലാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധം കനത്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കോട്ടയത്ത്? ധന്യ RSS ശാഖയിൽ പീഡനമേറ്റു എന്ന് വെളിപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയ യുവാവിന്റെ മരണത്തിൽ അന്വേഷണവും അതോടൊപ്പം തന്നെ യുവാവ് വെളിപ്പെടുത്തിയ നിതീഷ് മുരളീധരനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യുവജന സംഘടനകളുടെ പ്രതിഷേധം ഇരമ്പുന്നത്. ആദ്യം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജെ.കെ. തോമസ് ആണ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് പുരോഗമിക്കുകയാണ്. മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. അല്പസമയത്തിനകം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. എന്തായാലും വലിയ പോലീസ് സന്നാഹം ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഡിവൈഎസ്പി ഓഫീസിന് 500 മീറ്റർ മാറി ബാരിക്കേഡ് ഉപയോഗിച്ചാണ് മാർച്ച് രണ്ടും തടഞ്ഞത്. എന്തായാലും ഈ വിഷയത്തിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് പോവുകയാണ് യുവജന സംഘടനകൾ. യുവജന സംഘടനകൾ ഡിവൈഎഫ്ഐയും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസും MSF യൂത്ത് ലീഗും അടക്കം പ്രതിഷേധ മാർച്ചുകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എന്തായാലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളാണ് ഇതിന് അനിവാര്യമായി വേണ്ടത്. മാതൃകാപരമായ ശിക്ഷാ നടപടികളിലേക്ക് കടക്കണം. RSS ശാഖയിൽ നടക്കുന്ന കൊടിയ പീഡനങ്ങൾ പുറത്തു വരണം. അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കണമെന്നുള്ള ആവശ്യമാണ് യുവജന സംഘടനകൾ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ ഒരു കാലതാമസം വരുത്തുന്നു, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വൈകിപ്പിക്കുന്നു എന്നുള്ള ആക്ഷേപമാണ് യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും മുന്നോട്ട് വെക്കുന്നത്. അതേസമയം ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്ന കാര്യത്തിലടക്കം നിയമോപദേശം പോലീസ് തേടിയിട്ടുണ്ട്. ഈ യുവാവ് OCD രോഗത്തിന് ചികിത്സ തേടിയിട്ടുള്ള അടക്കമുള്ള പ്രതിസന്ധികൾ അന്വേഷണത്തിന് മുൻപിലുണ്ട്. പ്രധാനമായും വീഡിയോ ദൃശ്യം പുറത്തു വന്നെങ്കിലും ഇത് സംബന്ധിച്ചുള്ള സാഹചര്യ തെളിവുകൾ അനിവാര്യമാണ് എന്നതാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ യുവാവിനെ ചികിത്സിച്ച ഡോക്ടർമാരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ യുവാവിന് വിഷാദ രോഗമുള്ളതിനാൽ ഇത് സംബന്ധിച്ച് ചില വ്യക്തതകൾ വരുത്തേണ്ടതുണ്ട്. അത് വ്യക്തതകൾ വരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും അറസ്റ്റുള്ള നടപടികളിലേക്ക് കടക്കുക. നിലവിലെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത തമ്പാനൂർ പോലീസ് തുടർ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പിന്നീട് ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന നിലയിൽ യുവാവിന് പീഡനം ഏൽക്കേണ്ടി വന്ന പൊൻകുന്നം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ യുവാവ് പറയപ്പെടുന്ന ശാഖ പ്രവർത്തിക്കുന്ന ശാഖയിലും പരിസര പ്രദേശങ്ങളിലും മുമ്പ് യുവാവിന്റെ അയൽവാസിയായിരുന്ന ഈ നിതീഷ് മുരളീധരൻ എന്ന ആൾക്കെതിരെയുള്ള ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം ചുമത്തി കേസെടുക്കുന്നതിനുള്ള നടപടിയിലേക്ക് കടക്കും. അതോടൊപ്പം തന്നെ കുട്ടിക്കാലത്തും ലൈംഗിക പീഡനത്തിന് ഇരയായി, അതായത് 3-4 വയസ്സുള്ള സമയത്ത് പീഡനത്തിന് ഇരയായി എന്നുള്ള ഈ വെളിപ്പെടുത്തലും പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തുന്നതിനുള്ള നിയമസാധുതയും പോലീസ് തേടിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വിശദമായി FIR രജിസ്റ്റർ ചെയ്യുകയും മറ്റു നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുക. അതാണ് ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങളിൽ ഒരു കാലതാമസമായി പോലീസ് പറയുന്നത്. അതേസമയം ഇത്രയും കൃത്യവും വ്യക്തവുമായി വീഡിയോ പുറത്തു വന്നിട്ടും എന്തുകൊണ്ട് പോലീസ് ഈ നിതീഷ് മുരളീധരനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ സംഘടനകൾ ചോദിക്കുന്നത്. അതോടൊപ്പം ഈ നിതീഷ് മുരളീധരൻ എവിടെയാണ് എന്നുള്ള സംബന്ധിച്ച് പോലീസ് ഇപ്പോഴും വ്യക്തത തരുന്നില്ല. ഒളിവിലാണോ അതോ പോലീസ് കസ്റ്റഡിയിലുണ്ടോ എന്നുള്ള കാര്യത്തിലും പോലീസ് വ്യക്തത വരുത്തുന്നില്ല. കഴിഞ്ഞ ദിവസം നിതീഷ് മുരളീധരന്റെ വീട്ടിലെത്തി അന്വേഷണ സംഘം വിവരങ്ങൾ തേടിയിരുന്നു. എന്തായാലും പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ യുവാവിന്റെ പുതിയ വീഡിയോ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ യുവാവിന്റെ മാതാവിന്റെയും സഹോദരിയുടെയും അടുത്ത ബന്ധുമിത്രാദികളുടെയും സുഹൃത്തുക്കളുടെയും മൊഴി പോലീസ് വീണ്ടും രേഖപ്പെടുത്തുന്നുണ്ട്. എന്തായാലും പരമ്പരാഗതമായി RSS ബന്ധമുള്ള ഫാമിലിയാണ് ഈ ശരി ജോസി, എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു യുവജന സംഘടനകൾ എന്നുള്ളതാണ്. മാത്രവുമല്ല നിതീഷ് 3 ദിവസമായിട്ട് കട തുറക്കുന്നില്ല. ആ കട തല്ലിപ്പൊളിക്കുന്നതിലേക്കൊക്കെ കടന്നിരിക്കുന്നു.